ഊട്ടിയിലെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ട് ഇന്നാന്ന് കേട്ടാ പൂവിടാൻ തുടങ്ങുന്നത്. അത്തവും ചിത്തിരിയൊന്നും എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല, അതെല്ലാം അമ്മയാന്ന് ഇട്ടത്. അപ്പൊ ഓണം തുടങ്ങി 5-ാമത്തെ ദിവസം കേട്ടാ ഞാൻ വീട്ടിൽ പൂവിടാൻ പോകുന്നത്. ഇന്നലെ വൈകുന്നേരം ആയപ്പോ അമ്മമ്മ പൂവ് കുറച്ച് പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് തികയൂല, കുറച്ചും കൂടി നമുക്ക് പറിക്കേണ്ടതുണ്ട്. അപ്പൊ അമ്മ ഇന്നലെ ഇട്ട പൂവാന്ന് കേട്ടാ ഇത്. അപ്പൊ ഇത് രാവിലെ തന്നെ ഞാൻ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് മിറ്റെല്ലാം അടിച്ചു വാരിയിട്ട് പൂ പറിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് വേഗം മിറ്റടിച്ചെടുക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയിലെ നല്ല മഴയേനു കേട്ടാ, ഇന്ന് രാവിലെ ആയിട്ടും കുറവൊന്നും ഇപ്പൊ ചെറുതായിട്ടൊന്ന് കുറഞ്ഞതാണ്. മിറ്റെല്ലാം കണ്ടാലറിയാം നല്ല മഴ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പൂവെല്ലാം നല്ലോണം നനഞ്ഞു പോയിട്ടുണ്ടേനു. വീട്ടിൽ ഒരുപാട് പൂവുണ്ടേനു, കുറെയെല്ലാം നശിച്ചു പോയി. അപ്പൊ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ പൂവിടുന്നത്. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നല്ലേ, അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. പൂവെല്ലാം പറിച്ചു വരുമ്പോൾ തന്നെ കുറച്ചേറെ സമയം പോയിനേനു. അനക്കാണെങ്കിൽ ഇന്ന് ഡ്യൂട്ടിക്കും പോവേണ്ടതാണ്. സമയം പോയോണ്ട് തന്നെ എനിക്ക് കുറച്ച് സ്പീഡ് കൂടുന്നുണ്ട് കേട്ടാ. അങ്ങനെ നമ്മളെ ശംഖുപുഷ്പം ഇതാ ഇത്രയും വലുതായിട്ടുണ്ട് കേട്ടാ. എന്റെ രാവിലത്തെ ചില വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം, ചെറുതിലെ ഞാൻ ഈ ശംഖുപുഷ്പം കാണിക്കലുണ്ട്. ഇപ്പൊ ഇത് ഇത്രയും വലുതായി. അപ്പൊ കാര്യങ്ങളെല്ലാം ഞാൻ കുറച്ചും കൂടി ഒന്ന് സ്പീഡാക്കി എടുക്കുന്നുണ്ട് കേട്ടാ, കാരണം നല്ലോണം സമയം പോയി. വേറെ ഒന്നും നോക്കിയിട്ടില്ല, വേഗം പോയി കുളിച്ചിട്ട് വന്ന്. അപ്പൊ ഇനി പൂവിടേണ്ട പരിപാടിയാണ് നോക്കേണ്ടത്. പൂവിടാൻ തന്നെ കുറച്ച് ടൈം എടുക്കും. അപ്പൊ പറിച്ച പൂവെല്ലാം ഓരോന്നായി മുറ്റത്തേക്ക് ഞാൻ എടുത്തു വെക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും പൂവാന്ന് കേട്ടാ കിട്ടിയത്. ആ മഞ്ഞപ്പൂവ് അമ്മമ്മ ഇന്നലെ വൈകുന്നേരം പറിച്ചു വെച്ചതാണ്. ഏത് തരം പൂ കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് നാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന പൂവാന്ന് കേട്ടാ മഞ്ഞപ്പൂവ്. കാരണം ആ മഞ്ഞപ്പൂ നമ്മളെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഓണം ഉള്ള സമയത്തായാലും ഓണം ഇല്ലാത്ത സമയത്തായാലും പോലും ആ മഞ്ഞപ്പൂ നാട്ടിൽ എപ്പോഴും ഉണ്ടാവലുണ്ട് കേട്ടാ. അപ്പൊ ഇന്നത്തെ പൂവിടൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.